ഭക്തിസാന്ദ്രമായി അനന്തപുരി. ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഭക്തലക്ഷങ്ങൾ തലസ്ഥാനത്തേക്ക്. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിനായി തലസ്ഥാന നഗരി ഒരുങ്ങിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ഭക്തർ അനന്തപുരിയിലേക്ക് ഒഴുകിയെത്തുമെന്ന കണക്കുകൂട്ടലിൽ ഭരണകൂടവും പോലീസും വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മാർച്ച് 3 ചൊവ്വാഴ്ചയാണ് ഭക്തലക്ഷങ്ങൾ പങ്കുചേരുന്ന ചരിത്ര പ്രസിദ്ധമായ പൊങ്കാല സമർപ്പണം നടക്കുന്നത്. പൊങ്കാല പ്രമാണിച്ച് നഗരത്തിൽ കർശനമായ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഭക്തരുടെ തിരക്ക് പരിഗണിച്ച് മാർച്ച് 2 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ ചൊവ്വാഴ്ച രാത്രി 8 മണി വരെയാണ് നിയന്ത്രണങ്ങൾ. ടിപ്പർ ലോറികൾ, കണ്ടെയ്നർ ലോറികൾ തുടങ്ങിയ ഭാരവാഹനങ്ങൾക്ക് ഈ സമയങ്ങളിൽ നഗരപരിധിയിൽ പ്രവേശിക്കുന്നതിനും റോഡരികിൽ പാർക്ക് ചെയ്യുന്നതിനും വിലക്കുണ്ട്. MC റോഡ്, MG റോഡ് എന്നിവിടങ്ങളിലും ക്ഷേത്ര പരിസരത്തെ പ്രധാന റോഡുകളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു. നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾ റിക്കവറി വാൻ ഉപയോഗിച്ച് നീക്കം ചെയ്യുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഭക്തർക്കായി KSRTC 400ഓളം സ്പെഷ്യൽ സർവീസുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ട്രെയിൻ യാത്രക്കാർക്കായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ പ്രത്യേക ഹോൾഡിംഗ് ഏരിയകളും അധിക ടിക്കറ്റ് കൗണ്ടറുകളും റെയിൽവേ സജ്ജമാക്കി. പ്ലാറ്റ്ഫോം ക്രമീകരണത്തിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. തമ്പാനൂർ ഭാഗത്തു നിന്നും തൈക്കാട് ഭാഗത്തു നിന്നും എത്തുന്ന ഭക്തർക്കായി പ്രത്യേക പ്രവേശന കവാടങ്ങൾ തുറക്കും. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 6000ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിക്കും. ഡ്രോൺ നിരീക്ഷണവും CCTV ക്യാമറകളും ഉപയോഗിച്ച് തിരക്ക് നിയന്ത്രിക്കുവാൻ വിപുലമായ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചു. വേനൽ ചൂട് കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പുകളും ആംബുലൻസ് സൗകര്യങ്ങളും സജ്ജമാണ്. ഹരിതചട്ടം പാലിച്ച് പൊങ്കാല ആഘോഷിക്കുന്നതിനായി പ്ലാസ്റ്റിക് കവർ ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കാൻ ശുചിത്വ മിഷനും പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.